ഇന്നത്തോടെ നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങളോട് വിട പറയാൻ പോവാൻ. ഇനി നമുക്ക് മനസ്സിൽ ഒരു വിഷമമില്ല, ഇനി നമുക്ക് മനസ്സിൽ ഒരു വേദനയില്ല, ഇനി നമുക്ക് മനസ്സിൽ ഒരു ബുദ്ധിമുട്ടില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഹബീബായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദുആയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദുആ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ട പോലെ ഇഖ്ലാസോടെ ഈ ദുആ ഓതിക്കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ എന്ത് വേദനയാണ് ഉള്ളത് എങ്കിലും അത് അല്ലാഹു മാറ്റിത്തരും. എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട്, എന്താണോ നമ്മുടെ ടെൻഷൻ, എന്താണോ നമ്മുടെ ദുഃഖം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ദുആ എന്നും എപ്പോഴൊക്കെയാണ് ആ ദുആ ചെയ്യേണ്ടത് എന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. പരിപൂർണമായി നമ്മുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരട്ടെ. സർവ്വ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ജീവിച്ച് അതേ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ പരിപൂർണമായും മാറ്റാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ദുആ. ഈ ദുആ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കാൻ നേരത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ ദുആ ഞങ്ങൾ പതിവാക്കേണ്ടത് അനിവാര്യമാണോ? ഈ ദുആ ഞങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണോ നബി എന്ന് ചോദിച്ചപ്പോ, അതേ സ്വഹാബ, ഈ ദുആ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾക്ക് ഈ ദുആ ഒരു ആശ്വാസമാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദുആയാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. നമുക്ക് ഹദീസിലേക്ക് പോകാം. ബിസ്മില്ലാഹ്. മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസാബഹു ഹമ്മുൻ വഹസനുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഒരു മനുഷ്യനിക്ക്, ഒരാൾക്ക് ഒരു ടെൻഷനോ ഒരു ദുഃഖമോ ഒരു വേദനയോ ഒരു വിഷമമോ ഒരു പ്രയാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരടിമ, എന്റെ അടിമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഈ ദുആ മുത്തു നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദുആ നമുക്ക് പഠിക്കാം. അതിനുശേഷം ഇല്ലാ അദ്ഹബഹുല്ലാഹു അസ്സ വജല്ല ഹമ്മഹു. എന്ത് ടെൻഷനാണെങ്കിലും എന്ത് വേദനയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളയുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വേദനയുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും അല്ലാഹു തആല അതിനെ മുഴുവനായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിത്തരിക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞു, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? നമ്മുടെ ദുഃഖം, നമ്മുടെ ടെൻഷൻ, അതൊക്കെയും പരിപൂർണമായും നീക്കിത്തരും. ഇതിനെക്കുറിച്ച് ഇതുവരെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു ദുആയെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഈ നമ്മുടെ ചാനൽ ഇൻഷാ അല്ലാഹ് ഇടുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? എന്താ ഇതിന്റെ ഇതുകൊണ്ടുള്ള ഉപയോഗം? എന്താ? ദുഃഖം, ടെൻഷൻ മാറിക്കിട്ടും. അത് മാത്രമല്ല, അതിന് പകരമായിട്ട്, ദുഃഖത്തിന് പകരമായിട്ട് പടച്ച റബ്ബ് നമുക്ക് സന്തോഷം തരും എന്നുള്ളതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം തരും. ദുഃഖം വെറുതെ മാറ്റി തന്ന് സാധാരണ നോർമൽ ഒരു മൈൻഡ് തരുമെന്നല്ല, സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. ആരാ പ്രിയപ്പെട്ടവരെ സന്തോഷം ആഗ്രഹിക്കാത്തത്? ആരാണ് പ്രിയപ്പെട്ടവരെ ദുഃഖമില്ലാത്ത, വിഷമമില്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണമെന്ന് കൊതിക്കാത്തതാരാൻ? ഈ ദുആ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും, അത് ഒരു കാര്യം പറയണമല്ലോ, നിസ്കാരം വളരെ കൃത്യമായിരിക്കണം. അല്ലാതെ നമസ്കാരമില്ലാതെ, അള്ളാഹുവിനെ ഒരു ഭയഭക്തി ഇല്ലാതെ, ഇഖ്ലാസ് ഇല്ലാതെ ചുമ്മാ അങ്ങടെ ഈ ദുആ നോക്കി അങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരാഗ്രഹവും ഒരു വിഷമവും അള്ളാഹു മാറ്റി തരൂല. നേരെ മറിച്ച് 5 വഖത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ഫർളായ കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നതോടൊപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതൊക്കെയും ഓതേണ്ടതൊക്കെയും ഓതി അതിനുശേഷം അങ്ങനെയുള്ള ഒരു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കണമെന്ന് ആഗ്രഹമുള്ള, കൊതിയുള്ള ആളുകളോടാണ് ഈ പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ഈ ദുആ നമ്മൾ ചെയ്യണം.
നമ്മുടെ ടെൻഷനുകൾ, പല തരത്തിലുള്ള ടെൻഷനുകളാണല്ലോ നമുക്കുള്ളത്. നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ടെൻഷൻ, അള്ളാഹുവെ എന്തായി മാറും, നമ്മുടെ ഭാവി എന്തായി മാറും? കടങ്ങളാണല്ലോ റബ്ബെ, എത്ര വർഷം കൊണ്ട് ഈ കടങ്ങൾ തീരും? അല്ലെങ്കിൽ എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കും? എല്ലാം പെൺമക്കളാണ് റബ്ബെ എന്ന് ടെൻഷൻ അടിക്കുന്നവർ. അതുപോലെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടി വേദനിക്കുന്നവർ. പല മക്കളും മാതാപിതാക്കളോട് ഉപദ്രവം കാണിക്കുന്നവരുണ്ട്. പല മക്കളും മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. ആ മക്കൾ നല്ല രൂപത്തിൽ നമ്മളോട്, നമ്മളുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ, സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ആ മക്കൾ നമ്മിലേക്കായി മാറും. പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ ദുആ എന്ന് നമുക്ക് പഠിക്കാം. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. നോക്കി ഇൻഷാ അല്ലാഹ് ഈ ദുആ ഓതി നിങ്ങൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഈ ദുആ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഈ ദുആയിൽ അല്ലാഹുവിന്റെ റുബൂബിയ്യത്തുണ്ട്. അല്ലാഹുവിന്റെ ഞാൻ അടിമയാണ്, എന്റെ റബ്ബിന്റെ ഏറ്റവും വലിയൊരു അടിമയാണെന്ന മാന്യമായ നിലയിൽ, വിനയാന്വിതനായ നിലയിൽ, വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി റബ്ബിനോട് ഇരക്കുന്ന ദുആയാണ്. ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാൻ, നിന്റെ അടിമയുടെ മകളാൻ എന്ന രൂപത്തിൽ നാസിയതി ബിയദിക, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ് റബ്ബേ. അതുകൊണ്ട് നീ വിചാരിക്കുന്നത് പോലെയാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നീ കരുതുന്നവരാൻ. അതുപോലെ മാളിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക, നീ എനിക്ക് തരുന്ന വിധി എന്ന് പറയുന്നത് വളരെയേറെ നീതിപൂർവമുള്ളതാണ്. അതുപോലെ പിന്നീട് ഓരോന്നും അള്ളാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞുകൊണ്ട് തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യാൻ. നിന്റെ മുഴുവൻ ഇസ്മുകളും കൊണ്ട് ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആനിലുള്ളതും അതുപോലെ നീ പഠിപ്പിച്ചു കൊടുത്തതുമായിട്ടുള്ള, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നീ പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള ഇസ്മുകൾ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്കറിയാത്ത ഇസ്മുകളുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് അറിയുന്നതായിട്ടുള്ള ഇസ്മുകൾക്ക് പുറമെ ഒരുപാട് ഇസ്മുകൾ മുത്തുനബി തങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഇസ്മുകളൊക്കെയും വസീലയാക്കിയിട്ട് നിന്നോട് ദുആ ചെയ്യുകയാണ് റബ്ബേ, നിന്നോട് ചോദിക്കുകയാണ് തമ്പുരാനെ. എന്നിട്ട് പറയുന്നുണ്ട് അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി. വല്ലാത്ത വാക്കാണ് പ്രിയപ്പെട്ടവരെ. എന്റെ ഹൃദയത്തിന്റെ വസന്തം പരിശുദ്ധ ഖുർആനാക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. യാ അല്ലാഹ്, എന്റെ സ്വദറിന്റെ പ്രകാശമാക്കണമേ, അതുപോലെ എന്റെ ദുഃഖം, അതുപോലെ എന്റെ വിഷമം അത് മാറ്റാനുള്ള കാരണമാക്കണമേ എന്നൊക്കെയും അർത്ഥം വരുന്ന, ആശയം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദുആയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആ 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് കാണാതെ പഠിച്ചിട്ട് പറയാ, അല്ലെങ്കിൽ നോട്ടിൽ എഴുതി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നോക്കി ദുആ ചെയ്താലും മതി. ഈ സമയത്ത് ഇതിന്റെ മഹത്വം ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.